ഹൈ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു ടെക്സ്റ്റ് റിവീൽ ആനിമേഷൻ എങ്ങനെ ഫ്രിക്ഷൻ ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ന്യൂ എന്ന ബട്ടൺ ഉണ്ട്, ക്ലിക്ക് കൊടുക്കുക, പുതിയ വിൻഡോ വരും. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 സെക്കൻഡാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ 1 സെക്കൻഡ് അല്ലേ വേണ്ട, 2 സെക്കൻഡാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ശേഷം വിഡ്ത്ത് ഹൈറ്റ് അത് തന്നെ മതി, FPS 30 തന്നെ മതി. എന്നിട്ട് ഓക്കെ എടുക്കുകയാണ്. ഓക്കെ, ശേഷം ടെക്സ്റ്റ് ടൂൾ എടുക്കാം, ക്യാൻവാസിൽ വന്നൊരു ക്ലിക്ക് കൊടുക്കാം, എന്നിട്ട് ഒരു വാക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഹാലോ ഡോട്ട് എന്നാണ് അടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഫാമിലിക്കകത്തില്ല. എന്നിട്ട് ഫോണ്ട് തിരഞ്ഞെടുക്കുക. ഞാൻ മോൺസെറാട്ട് ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ടാണ് എടുക്കാൻ പോകുന്നത്. ശേഷം ഒബ്ജക്റ്റ് ടൂളിലേക്ക് വരാം. ശേഷം ക്യാൻവാസിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് കീബോർഡിലെ എസ് പ്രസ് ചെയ്തിട്ട് മൗസ് നീക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് റീസ്കെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടത് ഇതിന് ഈ ടെക്സ്റ്റ് ആൻഡ് ഫോണിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സെൻറ്ററിലായിരിക്കും പിവിറ്റ് പോയിൻറ്റ് വന്ന് കിടക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഇനിയും ചെയ്യേണ്ടത് നമുക്ക് അല്ലാതെ കുറേ അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്ററിൽ ടെക്സ്റ്റ് കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, ശേഷം ചെയ്യേണ്ടത് ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പാൻഡ് ചെയ്യുക. ഇതിനകത്ത് സ്പേസിങ്ങിനകത്ത് ഇല്ല. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ലെറ്റേഴ്സിനകത്താണ് നമ്മൾ ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ലൈൻ സൂം ഔട്ട് ചെയ്യാം. ഏകദേശം 20ാമത്തെ ഫ്രെയിമിൽ ചെല്ലാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഒരു ആനിമേഷൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.02 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്, ടെക്സ്റ്റിൻ്റെ ഫൈനൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നേരെ 0യിൽ ചെല്ലാം. എന്നിട്ട് ഈ വാല്യൂ മാറ്റം വരുത്തുക. എന്നിട്ട് ഈ ടെക്സ്റ്റിനെ എല്ലാം കൂടി ഒന്നിച്ച് ഒരു സെൻറ്ററിൽ കൊണ്ടുവരിക. കണ്ടില്ലേ, ടെക്സ്റ്റ് കൊണ്ടുവന്ന് സെൻറ്ററിൽ കൊണ്ടുവന്ന് നോക്കുക. ഓക്കെ, ശേഷം ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ആനിമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും പോരാ. ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഗ്രാഫ് ഓൺ ചെയ്യുക, ശേഷം ഗ്രാഫ് എഡിറ്റർ ഓൺ ചെയ്യുക. എന്നിട്ട് ഈ 2 കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മേക്ക് സെഗ്മെൻറ്റ് കർവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹാൻഡിൽസ് വരും. ഈ ഹാൻഡിൽ ഉപയോഗിച്ച് ഇതുപോലെ നിങ്ങളുടെ ആനിമേഷൻ്റെ ഗ്രാഫ് കൊണ്ടുവരിക. ഓക്കെ, ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഓഫ് ചെയ്യാം, ഇതിൻ്റെ ഗ്രാഫ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് പ്ലേ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ട് ആനിമേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ആനിമേഷൻ കൂടി കൊടുക്കേണ്ടി വരും. ഒപ്പാസിറ്റിക്ക്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോം എക്സ്പാൻഡ് ചെയ്യുക. അതിനകത്ത് ഒപ്പാസിറ്റിക്കകത്ത് എല്ലാം. അപ്പോൾ നമുക്ക് 20ാമത്തെ ഫ്രെയിമിൽ ചെല്ലാം. അതായത് നേരത്തെ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെ എല്ലാം. അവിടെ നമുക്ക് ഒപ്പാസിറ്റി 100 തന്നെ കൊടുക്കാം. ആഡ് കീസ് കൊടുക്കുക. ഓക്കെ, ശേഷം ഇവിടെ 0യിൽ വരിക, 0 ഫ്രെയിമിൽ വരിക. എന്നിട്ട് ഒപ്പാസിറ്റി 0 ആക്കുക. ഓക്കെ, എന്നിട്ട് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ആനിമേഷൻ വരുന്നത് എന്നുള്ളത്. ഓക്കെ, കൊള്ളാമല്ലേ? നൈസായിട്ട് ടെക്സ്റ്റ് വന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് വരികയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രാഫ് ഓൺ ചെയ്തിട്ട് ഗ്രാഫ് എഡിറ്റർ ഉപയോഗിച്ച് കുറച്ചുകൂടി നന്നായിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 കീ ഫ്രെയിം സെലക്ട് ചെയ്യാം, മേക്ക് സെഗ്മെൻറ്റ് കർവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. ഓക്കെ, അപ്പം ഏകദേശം ഇവിടെ മതി. എനിക്ക് തോന്നുന്നു അത് മതിയെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് പ്ലേ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല നൈസ് ടെക്സ്റ്റ് ആനിമേഷൻ വന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നൈസായിട്ടുള്ളൊരു ടെക്സ്റ്റ് ആനിമേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഈ കീ ഫ്രെയിംസ് പിന്നെയും വേറെ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, ആ ആനിമേഷൻ കൊള്ളാവോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, എനിക്ക് അത്രയാണ് പറയാനുള്ളത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ ഗ്രാഫ് എഡിറ്ററൊക്കെ ഉപയോഗിച്ച് ടെക്സ്റ്റ് ആനിമേഷൻ വേണമെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ എനിക്ക് അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ മോഷൻ ഗ്രാഫിക്സ് ഒക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.